ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കിലായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും പ്ലം കേക്കൊക്കെ ഉണ്ടാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനും ഒരു പ്ലം കേക്ക് ഉണ്ടാക്കി. ഒന്നല്ല, 2 പ്ലം കേക്ക് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ട്യൂട്ടി ഫ്രൂട്ടിയും നട്ട്സും മുന്തിരിയും ഒക്കെ വേണമല്ലോ. അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് വെളുത്ത ഉണക്കമുന്തിരിയാണ്. പക്ഷേ പ്ലം കേക്കിനകത്ത് എപ്പോഴും കറുത്ത ഉണക്കമുന്തിരി തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഗ്രാമ്പു വേണം. കുറച്ച് ഗ്രാമ്പു എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കണം. അളവിന് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് എടുക്കുന്നത്. അതിന് 1 ഗ്ലാസ് പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ച് മാറ്റി വെക്കണം. ഇനി നമുക്ക് അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പഞ്ചസാര കാരമലൈസ് ചെയ്യാനായിട്ട് എടുക്കണം. ഇതുപോലെ ചുവട് കട്ടിയുള്ളൊരു പാത്രം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാൻ എടുത്താലും മതി. അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടത് അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ചൂടാക്കി ഇളക്കി അതൊന്ന് അലിയിച്ചെടുക്കണം. അത് നന്നായിട്ടൊന്ന് തിളച്ച് മൊത്തം അലിഞ്ഞതായി ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് അതിലേക്ക് അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ കുറച്ചായിട്ട് ആ 1 ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ഇതിലൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ തിളച്ച് വരും. ആ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ട്യൂട്ടി ഫ്രൂട്ടിയും ഉണക്കമുന്തിരിയും എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. ഞാനിപ്പോൾ 2 പ്ലം കേക്ക് ആട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് സാധനങ്ങളെല്ലാം എടുത്തേക്കുന്നത്. അണ്ടിപ്പരിപ്പ് നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. അത് പിന്നീട് അവസാനമാണ് ചേർക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പം തീ കുറച്ച് വയ്ക്കുക. കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഗ്രാമ്പൂ 1 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വെക്കുക. പ്ലം കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഓറഞ്ചിൻ്റെ തൊലി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കുവാണേ. അത് 1 സ്പൂണോളം നമുക്ക് വേണം. ഇനി നമുക്ക് മുട്ടയൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറെടുത്ത് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് അതിലേക്കൊരു 4 മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഒരു 10-12 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയും 1/2 ഗ്ലാസ് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ അടിക്കണം. ഞാനിപ്പം ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്. സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി, അല്ലെങ്കിൽ ബട്ടർ എടുത്താലും മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് മൈദയും 2 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മളിപ്പം എപ്പോൾ കേക്കിന് സാധനങ്ങൾ എടുത്താലും ഇതുപോലെ 1-2 തവണ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിനി നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരുന്ന പഞ്ചസാര ലൈനി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച മുട്ടയുടെ മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ചുകൂടെ തിക്കായിട്ടിരിക്കും ഈ പ്ലം കേക്കിൻ്റെ ബാറ്റർ. അപ്പോൾ അത് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ഓറഞ്ചിൻ്റെ തൊലിയും പിന്നെ 1 സ്പൂൺ ഗ്രാമ്പൂവിൻ്റെ പൊടിയും കൂടെ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് നട്ട്സ്, നമ്മുടെ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടില്ല, അത് ചേർത്ത് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ കുറച്ച് മൈദപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം അണ്ടിപ്പരിപ്പ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഇടാൻ. അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ അങ്ങ് കേക്കിന് അടിയിലേക്ക് താഴ്ന്നു പോകും. അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ടിന്നിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ബട്ടർ പേപ്പർ ഇല്ലായിരുന്നേ, അതുകൊണ്ട് ഞാൻ കേക്ക് ടിന്നിനകത്ത് കുറച്ച് ഓയിൽ തൂത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദ വിതറി അത് തട്ടിക്കളഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ട്യൂട്ടി ഫ്രൂട്ടിയോ അണ്ടിപ്പരിപ്പോ ഒക്കെ വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പം ഇഡ്ഡലി തട്ടെടുത്തിട്ട് അതിലേക്ക് ഒരു തിരിക വെച്ചിട്ട് അതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഏകദേശം 1 മണിക്കൂർ എടുത്തു കേട്ടോ കേക്ക് റെഡിയായി കിട്ടാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പം എപ്പോഴും ഉണ്ടാക്കിയിട്ട് ഒരു 2-3 ദിവസത്തിന് ശേഷം മാത്രം മുറിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും പ്ലം കേക്ക് ഉണ്ടാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ സോഫ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്